തിരഞ്ഞെടുപ്പായി. ഇനി അങ്ങോട്ട് സർവേകളുടെ ബഹളമാണ്. 2021 ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ 24 മണിക്കൂറും ചർച്ചയാക്കിയ ഇത്തരത്തിലുള്ള പെയ്ഡ് സർവേകൾ. LDFിന് ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്നും UDF അധികാരത്തിലെത്തുമെന്നും BJP വീണ്ടും അക്കൗണ്ട് തുറക്കുമെന്നും പറഞ്ഞു വെക്കുന്ന സർവേകളായിരുന്നു മിക്കതും. എന്നിട്ട് എന്തുണ്ടായി? ഈ മൂന്നും നടന്നില്ല. ഇപ്പോഴത്തെ NDTV, പഴയ NDTV അല്ല, അദാനിയുടെ NDTV, പരോക്ഷമായി പറഞ്ഞാൽ ദേശീയ സംഘികളുടെ ജനം TV ഒരു ഉഡായിപ്പ് സർവേയുമായി ഇറങ്ങിയിരിക്കുന്നു. ഈ സർവേ ഉഡായിപ്പാണെന്ന് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. സർവേക്കായി എടുത്തിരിക്കുന്ന സാമ്പിളുകളുടെ എണ്ണം വെറും 1419. 738 പുരുഷന്മാരും 681 സ്ത്രീകളും. 3.5 കോടിയോളം ജനസംഖ്യയുള്ള കേരളത്തിന്റെ പൾസ് അറിയാൻ 1419 സാമ്പിളുകൾ കൊണ്ട് സാധിക്കുമെന്നത് വല്ലാത്തൊരു അതിശയോക്തിയാണ്. BJPക്കും രാജീവ് ചന്ദ്രശേഖറിനും വേണ്ടി ചെയ്ത സർവേയാണ് ഇതെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുന്നത് ഓരോ മുന്നണികൾക്കും ലഭിച്ച പിന്തുണ കാണുമ്പോഴാണ്. NDAക്ക് 19.8% വോട്ട് ലഭിക്കുമെന്നാണ് ഈ സർവേയുടെ അവകാശവാദം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതം 15% താഴെയാണെന്ന വസ്തുത ഓർക്കണം. എന്തായാലും കാശ് മുടക്കി ചെയ്യുന്നതല്ലേ, എന്നാൽ പിന്നെ സ്വയം ഒന്ന് തള്ളാമെന്ന് BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും കരുതി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിനെ പിന്തുണയ്ക്കുന്നത് 14.7% പേരാണത്രേ. BJPക്കുള്ളിൽ ഒരു സർവേ നടത്തിയാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും 5% പേർ പിന്തുണയ്ക്കാൻ സാധ്യതയില്ലാത്ത നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്നത് സംഘികൾക്ക് വരെ അറിയാം. രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയാകണോ എന്ന് ചോദിച്ചാൽ സംഘികളിൽ ഒരാൾ പോലും അത് പറയാനും സാധ്യതയില്ല. കാശ് കൊടുത്തൊരു കാര്യം ചെയ്യിക്കുമ്പോൾ കുറച്ചുകൂടെ വൃത്തിക്ക് ചെയ്യാൻ ഇവരോടൊക്കെ പറയണം രാജീവ് സാറേ.